ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്ന് പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള എല്ലാ യൂണിറ്റും അതിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റ് 5 ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ എന്താണ്, മനുഷ്യ ശരീരത്തിനെ കുറിച്ചിട്ട് അതിൽ നടക്കുന്ന ഡൈജഷനും റെസ്പിറേഷനും. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദഹനം, ദഹിക്കൂല, ഫുഡൊക്കെ കഴിച്ചാൽ ദഹിക്കൂല, അതാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം കൊടുക്കില്ലേ, ശ്വസനം എന്നാണ് പറയുക. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് നീഡ് ഫുഡ്. അപ്പോൾ എന്താണ്, ജീവനുള്ള എല്ലാ ജീവികൾക്കും ഫുഡ് എന്താണ്, അത്യാവശ്യമാണ്. ദ ഫുഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് വാരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. അപ്പോൾ എന്താണ്, ഓരോ ഓർഗാനിസംസും എന്താണ്, വ്യത്യസ്ത രീതിയിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സമ്പാദിക്കുന്നത്. റാബിറ്റ്സ് ഈറ്റിംഗ് tender grass, parrot pecking at the flying away with grains, snakes swallowing rats, bears climbing trees to gobble up the honey laden combs. അപ്പോൾ എന്താണ്, വ്യത്യസ്ത ജീവികൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്, എങ്ങനെയാണ് അവർ ആഹാരം സമ്പാദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്, റാബിറ്റ്സ് ആണെങ്കിൽ ഈ പച്ച പുല്ലൊക്കെ ഇങ്ങനെ കഴിക്കും. ഇനി നേരം പറിച്ച് തത്തയാണെങ്കിലോ ഈ നെൽക്കതിരൊക്കെ കൊത്തി പറിച്ചിട്ട് പറന്നു പോവാണ്. ഇനി പാമ്പാണെങ്കിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വിഴുങ്ങാണ് ചെയ്യുക. അങ്ങനെ ഓരോ ഓർഗാനിസംസും അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് കഴിക്കാൻ പറ്റുന്ന വ്യത്യസ്ത രീതികളിലാണ് അവർ ഫുഡ് സമ്പാദിക്കുന്നത്. ഓക്കെ, ഹൗ ഡൈവേഴ്സ് ദീസ് സൈറ്റ്സ് ആർ. അപ്പോൾ എന്താണ്, അപ്പോൾ എത്ര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഹാവ് യു ഒബ്സർവ് ദ ഡൈവേഴ്സ് ഫുഡ് ഓഫ് ഓർഗാനിസംസ് അറൗണ്ട് യു ആൻഡ് ദ മെത്തേഡ് ദേ അഡോപ്റ്റ് ടു കളക്ട് ഇറ്റ്. കമ്പൈൽ എ ലിസ്റ്റ് ഓഫ് ദ ഓർഗാനിസം യു ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഫുഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ എന്താണ്, താഴെ ഒരു നെയിം ഓഫ് ഓർഗാനിസംസും അതിൻ്റെ ഫുഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയിം ഓഫ് ഓർഗാനിസംസ് ആദ്യം തന്നിട്ടുള്ളത് കൗ ആണ്. കൗവിൻ്റെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഗ്രാസ് ആണ്. പിന്നെ എന്തൊക്കെ കൗ കഴിക്കും, ഹേയും ലീവ്സും, പുല്ലും അതുപോലെ വൈക്കോലും ഒക്കെ കൗ കഴിക്കുന്നതാണ്. ഇനി ഗോട്ടാണെങ്കിലോ, ഗോട്ട് ലീവ്സ് കഴിക്കും, അതുപോലെ ഗ്രാസ് കഴിക്കും, ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നാശമായ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കില്ലേ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട്, അപ്പോൾ അതൊക്കെ കഴിക്കും. ഇനി ക്യാറ്റ് ആണെങ്കിലോ മൈസ് കഴിക്കും, അതുപോലെ ഫിഷ് കഴിക്കും, ചിക്കൻ കഴിക്കും. ഇനി ബെയർ ആണെങ്കിലോ ബെയർ ഹണി കഴിക്കും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കും, ഫിഷ് കഴിക്കും. ഇനി റാബിറ്റ് ആണെങ്കിലോ ക്യാരറ്റ്സും ലീവ്സും ഒക്കെ കഴിക്കും. ഇനി ഹ്യൂമൻ ആണെങ്കിലോ കുക്ക്ഡ് റൈസ് കഴിക്കും, അതുപോലെ ക്യാരറ്റ് കഴിക്കും, അതുപോലെ ചിക്കൻ കഴിക്കും, മീറ്റ് കഴിക്കും, ഫിഷ് കഴിക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഹ്യൂമൻസ് കഴിക്കും. ഓക്കെ, ഇനി എന്താ, ആഡ് മോർ ഓർഗാനിസംസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. അപ്പോൾ എന്താണ്, ഇതിൽ മോർ ഓർഗാനിസംസിനെ ആഡ് ചെയ്തിട്ട് ഈ ലിസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ താഴെ പറയുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലിസ്റ്റ് ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു ഹെർബിവോർ, കാർണിവോർ ആൻഡ് ഒംനിവോർ. റൈറ്റ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ എന്താണ്, നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹെർബിവോർ, അതുപോലെ തന്നെ എന്താണ് കാർണിവോർ, എന്താണ് ഒംനിവോർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിനെ കഴിക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ഹെർബിവോർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ആരൊക്കെ, കൗവ്, ഗോട്ട്, എലിഫൻറ്റ്, റാബിറ്റ്, ബൈസൺ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ആണ് കാർണിവോർ.
അപ്പോൾ എന്താണ് കൂട്ടുകാരെ കാർണിവോറസ്? കാർണിവോറസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ ആനിമൽസിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ടൈഗർ, ലയൺ, ഫോക്സ്, ക്രൊക്കഡോയിലൊക്കെ. ഇനി നെക്സ്റ്റ് ഒംനിവോറസ് ആണ്. അപ്പോൾ ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ബോത്ത് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഫീഡ് ചെയ്യും. അപ്പോൾ അവരിനെയാണ് നമ്മൾ ഒംനിവോറസ് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഹ്യൂമന്, ഡക്ക്, ഹെന്ന്, ക്രോ, കാറ്റൊക്കെ ഒംനിവോറസിന് എക്സാമ്പിളാണ്. ഇനി എന്താ പറയുന്നത്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈച്ച് ആനിമൽസ് ഫുഡ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്താണ് ഓരോ ആനിമൽസിൻ്റെ ഫുഡും എന്താണ് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾ കഴിക്കുന്ന ഫുഡല്ല മറ്റാൾ കഴിക്കുക. ഓരോ ആനിമൽസിൻ്റെ എന്താണ് ഫുഡ് വ്യത്യസ്തമാണ്. ഓക്കെ, ഓൾ ലിവിങ് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ഫുഡ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവർ തന്നെ ഒബ്റ്റെയിൻ ചെയ്തിട്ട് അവർ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യും. ഇനി എന്താണ് ന്യൂട്രീഷൻ? അപ്പോൾ എന്താണ് ഒരു ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോഷണം. അപ്പോൾ എന്താണ് ന്യൂട്രീഷൻ? ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. അപ്പോൾ എന്താണ് ജീവികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്വീകരിച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും. അത് പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയയെ, പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ന്യൂട്രീഷൻ. എന്താണ് ജീവികൾ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്വീകരിച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ഓക്കെ, ഇനി എന്താണ്? എവറി ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ദ എനർജി നെസസറി ഫോർ ഇറ്റ്സ് വൈറ്റൽ ആക്ടിവിറ്റീസ് ഫ്രം ദെയർ ഫുഡ്. അപ്പോൾ എന്താണ്? അപ്പോൾ എല്ലാ ജീവികളും എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള എന്താണ് ഊർജമില്ലേ? ഊർജം എന്ത് ചെയ്യും? എനർജി എന്ത് ചെയ്യും? ഇവർ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്നിട്ട് എടുക്കും. The food we consume undergoes various changes within our body. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ് പല പ്രക്രിയയിലൂടെ നമ്മുടെ ബോഡിയിലൂടെ പോവും. പല മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. How is the indigested food utilized by the organisms? എന്താണ് നമ്മൾ സ്വീകരിച്ച ആഹാരം എങ്ങനെയാണ് ഈ ഓരോ ജീവികളും യൂട്ടിലൈസ് ചെയ്യുക? ലെറ്റ്സ് എക്സാമിൻ വാട്ട് ഹാപ്പൻസ് ടു ദ ഫുഡ് വി കൺസ്യൂം ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇൻജെഷൻ. അപ്പോൾ എന്താണ് ഇൻജെഷൻ? അതായത് ഇൻജെഷൻ എന്ന് പറഞ്ഞാൽ ആഹാര സ്വീകരണം. ഇൻജെഷൻ്റെ മലയാളം വേർഡാണ് ആഹാര സ്വീകരണം. അപ്പോൾ എന്താണ് നമുക്ക് ഇൻജെഷൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നോക്കി നോക്കാം. ദെയർ ആർ 5 സ്റ്റേജസ് ഇൻ ന്യൂട്രീഷൻ. അപ്പോൾ എന്താണ് ന്യൂട്രീഷനിൽ 5 സ്റ്റേജസ് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻജെഷൻ. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? ഇൻജെഷൻ. The food first reaches the mouth. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിൽ 5 സ്റ്റേജസ് ഉണ്ട്. അതിലെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഇൻജെഷൻ. അപ്പോൾ ആദ്യം നമ്മളെ ഫുഡ് എവിടെ എത്തും? ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മൗത്ത്, വായയിലെത്തും. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് occur to food in the mouth? അപ്പോൾ ഇനി നമുക്ക് മൗത്തിൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇറ്റ് മിക്സസ് വിത്ത് സലൈവ. സലൈവയുമായി മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഗെറ്റ്സ് ച്യൂഡ് ബൈ ദ ടീത്ത്. അതായത് എന്ത് ചെയ്യും? അത് ടീത്ത് വെച്ചിട്ട് ചവച്ചരയ്ക്കും. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിപ്പ്, ടങ് ആൻഡ് ടീത്ത് ഇൻ ഇൻജെഷൻ? അപ്പോൾ ഇൻജെഷനിൽ ഈ ലിപ്പിൻ്റെയും അതുപോലെ ടങ്ങിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ റോൾ എന്താണ്?
എന്താണ് നോക്കി നോക്കാം. ലിപ്പ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ഫുഡ് ഗോയിങ് ഔട്ട് ഫ്രം ദ മൗത്ത്. ഈ മൗത്തിലുള്ള ഫുഡ് ഈ മൗത്തിൽ തന്നെ വെക്കാനായിട്ട് എന്ത് സഹായിക്കും? നമ്മുടെ ലിപ്പ് സഹായിക്കും. അതുപോലെ ടങ് ആണെങ്കിൽ എന്താണ് സഹായിക്കുക? ടങ് ആണെങ്കിൽ ഇറ്റ് ബ്രിങ്സ് ഫുഡ് നിയർ ടു ടീത്ത് സ്വാളോ. നമ്മുടെ ടീത്തിൻ്റെ അവിടേക്ക് ഫുഡ് വിഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ടീത്തിൻ്റെ അവിടേക്കൊക്കെ കൊണ്ടുവരിക ആരാണ്? ടങ്ങാണ്. ഇനി നെക്സ്റ്റ് ടീത്ത് എന്താ ചെയ്യുക? ഇറ്റ് ബ്രേക്സ് എ ഫുഡ് ഇൻ ടു സ്മോൾ പീസസ്. അതെന്ത് ചെയ്യും? ഈ ഫുഡിനൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താ? ടീത്ത്. ടീത്ത് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. അപ്പോൾ ടീത്ത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫുഡൊക്കെ ഇങ്ങനെ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീത്ത് ഉപയോഗിക്കുന്നത്. ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഈസ് സ്യൂട്ടബിൾ ഫോർ ബൈറ്റിംഗ്, ച്യൂയിങ് ആൻഡ് ഗ്രൈൻഡിങ്. അപ്പോൾ ഈ ടീത്തിൻ്റെ സ്ട്രക്ചർ തന്നെ എങ്ങനെയാണെന്ന് പറയുന്നത്? ഫുഡൊക്കെ ബൈറ്റ് ചെയ്യാനും ച്യൂ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും പറ്റുന്ന പോലെയാണ് ഈ ടീത്തിൻ്റെ സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ കൂട്ടുകാർ ഈ ടീത്തിൻ്റെ ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഓക്കെ, ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ടൂത്ത്. ഒരു ടൂത്തിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മേലത്തെ കളറ് ഇനാമൽ എഴുതിയിട്ടില്ലേ, ആ കളറാണ് നമുക്ക് കാണാൻ പറ്റുന്ന പുറത്തുള്ള ആ കളറിലെ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നോക്കി നോക്കാം. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ട്യൂത്ത്. അപ്പോൾ എന്താണ് ഇനാമൽ? ഇനാമലാണ് ഒരു ടീത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ. It is also the hardest substance in the human body. മാത്രമല്ല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഇനാമലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എന്താണ് കടിക്കാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിൽ വായനല്ല, അത് കൂട്ടുകാർ ശ്രദ്ധിക്കണം. മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. ഇനി എന്താ? മിൽക്ക് ടീത്ത് ആൻഡ് പെർമനൻറ്റ് ടീത്ത്. അപ്പോൾ ഇനി മിൽക്ക് ടീത്തും പെർമനൻറ്റ് ടീത്തും നമുക്ക് നോക്കി നോക്കാം. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്? അപ്പോൾ എന്താണ് കൂട്ടുകാർക്ക് എപ്പോഴും ആദ്യം വന്ന ടീത്ത് തന്നെയാണോ ഉള്ളത്? ആണോ? അല്ല. വിൽ ആൻ ഇൻഫാൻറ്റ് ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ലാസ്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്? അപ്പോൾ എന്താണ് ഒരു ചെറിയ കുട്ടിയുടെ ടീത്ത് എന്താണ് അതിൻ്റെ എന്താണ് അവസാനം വരെ, അതായത് ലാസ്റ്റ് മരിക്കണവർ ആ ടീത്താണോ ഉണ്ടാവുക? അല്ല അല്ലേ, അത് പോയിട്ട് വേറെ ടീത്ത് വരും. അപ്പം ഇനി നമുക്ക് നോക്കി നോക്കാം എന്താണ് മിൽക്ക് ടീത്ത്, എന്താണ് പെർമനൻറ്റ് ടീത്ത്. അപ്പോൾ എന്താണ് മിൽക്ക് ടീത്ത്? ഇൻ ഇൻഫാൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. അപ്പോൾ എന്താണ് ഒരു ചെറിയ കുട്ടികളിൽ എന്താണ് ഈ ടീത്ത് ഉണ്ടാവുന്നത് ഒരു 6 മാസം മുതൽ തന്നെ ഉണ്ടാവാനായിട്ട് തുടങ്ങും. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടീത്തിനെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ 6 മാസം മുതൽ ടീത്ത് ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സെറ്റ് ഓഫ് ടീത്തിനെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോ. അപ്പോൾ എത്ര മിൽക്ക് ടീത്താണ് ഉണ്ടാവുക? 10 മേലെ അപ്പർ ജോലും 10, അങ്ങനെ അടിയത്തെ ജോലും 10, അങ്ങനെ മൊത്തം 20 മിൽക്ക് ടീത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മിൽക്ക് ടീത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം എന്താണ് പെർമനൻറ്റ് ടീത്ത്. എന്താണ് പെർമനൻറ്റ് ടീത്ത്? ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ fall off. If permanent teeth break or fall off, new teeth will not grow in its place. അപ്പോൾ എന്താണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറഞ്ഞാൽ ഈ മിൽക്ക് ടീത്ത് കുറച്ച് കഴിഞ്ഞാൽ പോവും. അപ്പോൾ ആ പോയ സ്ഥലത്ത് പിന്നെ ഉണ്ടാവുന്ന ടീത്താണ് പെർമനൻറ്റ് ടീത്ത്. പെർമനൻറ്റ് ടീത്ത് ബ്രേക്ക് ഓർ fall off, new teeth will not grow in its place. അപ്പോൾ മിൽക്ക് ടീത്ത് പോയാൽ നമുക്ക് എന്ത് വരും? നമുക്ക് പെർമനൻറ്റ് ടീത്ത് വരും. പക്ഷേ ഈ പെർമനൻറ്റ് ടീത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ്? പുതിയ ടീത്തൊന്നും വരില്ല, അവിടെ ഇനി പല്ല് തന്നെ വരില്ല. ഓക്കെ, അപ്പോൾ എന്താ
ഇനി അടുത്തത് നോക്കി നോക്കാം. The food we eat, are they the same? The food we eat, are they the same? Some are large and some are large and hard, while some others are soft. അപ്പോൾ എന്താണ്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഒരേപോലെയാണോ? അല്ല അല്ലേ. ചിലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഉണ്ടാവും, ചിലത് നല്ല ഹാർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഉണ്ടായിരിക്കും. വേരിയസ് ടൈപ്സ് ഓഫ് ടീത്ത് അസിസ്റ്റ് ആസ് ദ ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് ആൻഡ് ച്യൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മുടെ പല്ലിൽ തന്നെ എന്താണ് ഇതൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കടിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ടീത്ത് ഉണ്ട്, അതുപോലെ വലിക്ക് ടിയർ ചെയ്യാനായിട്ട് കുറച്ചുണ്ട്, അതുപോലെ ചവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടീത്തുകളുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ പൊസിഷൻ. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തും അതിൻ്റെ പൊസിഷനും നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ്, ആദ്യം നമ്മുടെ ഫ്രണ്ടിലത്തെ ടീത്തിനെ എന്താണ് പറയുന്നത്? ഇൻസിസേഴ്സ് ആണ്. ദെൻ ആ കൂർത്ത പല്ലില്ല, അതെന്താണ്? അത് കനൈൻസ് ആണ്. ദെൻ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പ്രീമോളാഴ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് എന്താണ്? മോളാഴ്സ് ആണ്. അപ്പോൾ പല്ല് 4 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാഴ്സ് ആൻഡ് മോളാഴ്സ്. ഓക്കെ, ഇനി എന്താണ്, ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? Observe the table depicting the different types of teeth, their position, number and uses. Analyze the table and record in the science diary the position and the use of different types of teeth. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കി നോക്കാം. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തും അതിൻ്റെ പൊസിഷൻ ആൻഡ് നമ്പേഴ്സും അതിൻ്റെ യൂസസും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസിസേഴ്സ് എവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസിസർ നോക്കാം. 8 incisors in front, 4 in upper jaw and 4 in the lower jaw. അപ്പോൾ എത്രയാണ് ഇൻസിസേഴ്സ്? ടോട്ടൽ 8 എണ്ണമാണ്. 8 എണ്ണം. അതിൽ 8 എണ്ണത്തിൽ എങ്ങനെയാണ്? 4 എണ്ണം അടിയിലത്തെ ജോലും 4 എണ്ണം മേലത്തെ ജോലും. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്, ഫുഡ് കടിക്കാനും അതുപോലെ ടിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിസർ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കനൈൻ ആണ് നോക്കാൻ പോകുന്നത്. 4 canines adjacent to incisors on both sides, 2 in the upper and 2 in the lower jaws. അപ്പോൾ കൂർത്ത പല്ലുകളിലെ ഇൻസിസേഴ്സ് 4 എണ്ണം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള കൂർത്ത ഒരു പല്ലുണ്ടാവും. അങ്ങനെ അടിയിലും മേലും 2 സൈഡിൽ വരുമ്പോൾ 4 ടീത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കനൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുഡ് കട്ട് ചെയ്യാനും ടിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് പ്രീമോളാറാണ്. അപ്പോൾ പ്രീമോളാർ എത്ര എണ്ണമുണ്ട്? 8 പ്രീമോളാർസ് അഡ്ജസെൻറ്റ് ടു കനൈൻസ്. അപ്പോൾ കനൈൻസ് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രീമോളാർസ്. 2 on both sides, the upper and lower jaws. അപ്പോൾ 8 പ്രീമോളാർസും 2 സൈഡിലുണ്ട്, അപ്പർ ജോലും ഉണ്ട് ലോവർ ജോലും ഉണ്ട്, അതുപോലെ 2 സൈഡിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ചൂ ആൻഡ് ഗ്രൈൻഡ്, ഫുഡ് ചൂ ചെയ്യാനും അതുപോലെ ഗ്രൈൻഡ് ചെയ്യാനുമാണ്. ഇനി മോളാർസ് ആണെങ്കിൽ 12 molar teeth near the premolars. അപ്പോൾ പ്രീമോളാർസിൻ്റെ അപ്പുറത്ത് 12 എണ്ണം ഉണ്ട് ഓൺ ബോത്ത് സൈഡ് അറ്റ് ദ ബാക്ക്. അപ്പം ബാക്കിലായിട്ട് 2 സൈഡും അപ്പർ ജോലും ലോവർ ജോലും ഉണ്ട്. 6 in the upper jaw and 6 in the lower jaw. അപ്പം അപ്പർ ജോല് 6 എണ്ണം, അടിയത്തെ ജോല് 6 എണ്ണം. അങ്ങനെയാണ് മോലാർസ്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ടു ചൂ ആൻഡ് ഗ്രൈൻഡ്, ഫുഡ് ചൂ ചെയ്യാനും അതുപോലെ ചവച്ചരയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള പല്ലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. The generic name for molars and premolars is molars. അപ്പോൾ എന്താണ് മോളാസിൻ്റെയും പ്രീമോളാസിൻ്റെയും ജനറിക് നെയിം എന്ന് പറയുന്നത് മോളാസ് ആണ്. How many teeth does an adult have? Examine the table and write the use and number of each type of tooth in the science diary. അപ്പോൾ എത്രയാണ് ഒരു അഡൽട്ടിന് എത്ര ടീത്ത് ഉണ്ടാവും? അഡൽട്ടിന്
32 ടീത്താണ് ഉണ്ടാവുക. ദെൻ എന്ത് ചെയ്യണം കൂട്ടുകാർ, ആ ടേബിൾ നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൂട്ടുകാർ ടീച്ചർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാം. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ബിലോ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ടീത്ത് ഓഫ് കാർണിവോറസ് ആൻഡ് ഹെർബിവോറസ് ആനിമൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്ലോസ്ലി ദ ഷേപ്പ് ഓഫ് ദ ടീത്ത് ഈസ് റിലേറ്റഡ് ടു ദ ഫുഡ്. അപ്പോൾ എന്താണ് കാർണിവോഴ്സിൻ്റെയും അതുപോലെ ഒംനിവേഴ്സിൻ്റെയും ടീത്ത് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കാർണിവോഴ്സിൻ്റെ നോക്കാം. The canines of carnivores are much developed and it helps in biting and tearing meat. അപ്പോൾ കാർണിവോഴ്സിൻ്റെ ടീത്ത് നോക്കുകയാണെങ്കിൽ നല്ല കൂർത്ത പല്ലുകളാണ്. അപ്പോൾ ഇവർക്ക് മീറ്റൊക്കെ എന്ത് ചെയ്യാനും ബൈറ്റ് ചെയ്യാനും ടിയർ ചെയ്യാനും സഹായിക്കും. Incisors in herbivores help to bite and tear the food and premolars and molars to masticate the food. പക്ഷേ മറ്റേ ഹെർബിവോറസിലാണെങ്കിൽ എങ്ങനെയാണ് ടീത്തൊക്കെ സാധാ പോലെ അങ്ങനെ കൂർത്ത പല്ലുകളൊന്നുമില്ല. കാരണം എന്താ, അവരിങ്ങനെ ഗ്രാസൊക്കെ ച്യൂ ചെയ്ത് കഴിക്കാൻ അത്ര കൂർത്ത പല്ലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, ഇനി എന്താണ് ടൂത്ത് ഡീക്കേ, ടീത്തുകൾ നാശാവുമ്പോൾ, അതായത് ദന്തക്ഷയം. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ മാസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. അപ്പോൾ എന്താണ്, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നതിൽ എന്താണ് ടീത്ത് വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഹെൻസ് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് കെയർ. അതുകൊണ്ട് തന്നെ ടീത്ത് എന്ത് ചെയ്യണം, നമ്മൾ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണം. ബട്ട് ഇൻ മെനി പീപ്പിൾ ടൂത്ത് അണ്ടർഗോസ് ഡീക്കേ. പക്ഷെ എന്താണ്, പല ആൾക്കാരിലും ടീത്ത് എന്താണ് പെട്ടെന്ന് നാശാവും. എക്സാമിൻ ദ പിക്ചർ. അപ്പോൾ എന്താണ്, ഒരു ഡാമേജ്ഡ് പിക്ചറിൻ്റെ ടീത്താണ് തന്നിട്ടുള്ളത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടൂത്ത് ഡീക്കേസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടീത്തുകൾ നാശമായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് കാൽഷ്യം കമ്പൗണ്ട്. അപ്പോൾ എന്താണ് മാർബിൾ എന്ന് പറയുന്നത്, എന്താണ് ഒരു കാൽഷ്യം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വളരെ ഹാർഡായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് എ ഹാൻഡ്ലെസ്. ഒരു ചെറിയൊരു പീസ് മാർബിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അത് ലെൻസ് വെച്ചിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, പുട്ട് ഇറ്റ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നിട്ട് അത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലിടുക. ആഫ്റ്റർ സം ടൈം ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് എഗെയിൻ ഒബ്സർവ് യൂസിങ് ദ ഹാൻഡ്ലെസ്. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് എടുത്തതിന് ശേഷം പിന്നെ ഹാൻഡ് ലെൻസ് വെച്ചിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് ഇൻ ദ മാർബിൾ പീസസ്. അപ്പോൾ ഈ മാർബിൾ പീസസിൽ എന്ത് ചേഞ്ചസ് ആണ് കൂട്ടുകാർ ഒബ്സർവ് ചെയ്യുക. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ്. എന്താണ് നമുക്ക് കാണാൻ പറ്റുക, ഈ മാർബിൾ ആകെ കൊറോഡായിട്ടുണ്ടാവും, അതായത് തുരുമ്പിച്ചത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദ റീസൺ ഈസ് ദാറ്റ് ആസിഡ് ഹാസ് റിയാക്റ്റഡ് വിത്ത് കാൽഷ്യം കമ്പോണൻറ്റ് ഇൻ ദ മാർബിൾ. നമ്മൾ പറഞ്ഞു മാർബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാൽഷ്യം എന്ത് ചെയ്യും, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് കൊറോഡാവുന്നത്. ഓക്കെ, ഇനി എന്താ, സിമിലർലി ടൂത്ത് ഇനാമൽ ഈസ് ഓൾസോ എ കാൽഷ്യം കമ്പൗണ്ട്. ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡാമേജ് ഗ്രാജുവലി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഇനാമൽ ഉണ്ടാക്കിയിട്ടുള്ളതും എങ്ങനെയാണ്, ഒരു കാൽഷ്യം വെച്ചിട്ടാണ് ഇനാമൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ആസിഡുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് നാശാവും. ലെറ്റ്സ് ലിസൺ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ഹെർ ഡെൻറ്റിസ്റ്റ്. അപ്പോൾ ഒരു ചൈൽഡും ഡെൻറ്റിസ്റ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഡോക്ടർ, my sister has dental caries. What is the reason for this? അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, എൻ്റെ ചേച്ചിയുടെ പല്ലുകൾ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ പല്ലുകൾ എന്താ കേട് വരുന്നതായിട്ട് കാണുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇഫ് യു ഡോണ്ട് ക്ലീൻ ദ മൗത്ത് properly after having food, bacteria will feed on the food particle struck between the teeth. This will result in lactic acid production. This is what damages the teeth. അപ്പോൾ എന്താണ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പല്ല് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ഇരിക്കും, സ്ട്രക്ക് ആയിട്ടിരിക്കും.
എന്നിട്ട് ഇതെന്തിന് കാരണമാവും? ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ടീത്തിനൊക്കെ ഡാമേജ് ചെയ്യും. ഇനി എന്താ? ലാക്റ്റിക് ആസിഡ് ഈസ് എ വെരി വീക്ക് ആസിഡ്. ഹൗ ഡസ് ഇറ്റ് കോസ് ടൂത്ത് ഡീക്കേ? അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു ആസിഡ് അല്ലേ, പിന്നെ എങ്ങനെയാണ് അത് ടൂത്ത് ഡീക്കേ ആവുന്നത് ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, മാർബിൾ പീസ് സ്റ്റാർട്ടഡ് ടു corrode when it reacted with hydrochloric acid. Likewise, enamel, which is a calcium compound, react with lactic acid and cause tooth decay in a long run. അപ്പോൾ എന്താണ് നിനക്കറിയില്ല, അപ്പോൾ മനസ്സിലായില്ലേ എന്ത്? ഈ മാർബിൾ പീസ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പെട്ടെന്ന് കൊറോഡ് ആവുന്നത് അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇനാമൽ ഇനാമൽ എന്താണ്? കാൽഷ്യം കൊണ്ടാണ് ഇനാമൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ലാക്റ്റിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് കുറേ കാലം എടുത്തിട്ട് എന്ത് ചെയ്യും? ടൂത്തൊക്കെ നാശാവും. I clean my teeth thoroughly at night, but sometimes after eating sweets, I skip it. Is there anything wrong in it, doctor? അപ്പോൾ എന്താണ്? ഞാൻ എൻ്റെ ടീത്ത് നൈറ്റ് നന്നായി ക്ലീൻ ചെയ്യും, പക്ഷെ ചില സമയത്ത് സ്വീറ്റ്സ് കഴിച്ചാൽ ഞാൻ ക്ലീൻ ചെയ്യാൻ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, നോ മാറ്റർ വാട്ട് ഫുഡ് യു ഈറ്റ്, യു ഷുഡ് ക്ലീൻ യുവർ മൗത്ത് വെൽ, എസ്പെഷ്യലി ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ആക്സിലറേറ്റ് ദ ബാക്ടീരിയൽ ആക്ഷൻ. അപ്പോൾ എന്താണ്? എന്തിനായാലും എന്ത് ചെയ്യണം? ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ മൗത്ത് ക്ലീൻ ചെയ്യണം, പ്രത്യേകിച്ച് ഷുഗർ ഐറ്റംസ് കഴിക്കുമ്പോൾ. അതർവൈസ് ഇറ്റ് വിൽ ആക്സിലറേറ്റ് ദ ബാക്ടീരിയൽ ആക്ഷൻ. എന്താണ് ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടാവാനായിട്ട് കാരണമാവും. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഓൾവേസ് ക്ലീൻ യുവർ മൗത്ത് വെൻ എവർ യു ഈറ്റ് സംതിങ്. അപ്പോൾ എന്താണ്? നന്നായി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പ് നന്നായി ബ്രഷ് ചെയ്യുക, രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം നന്നായി ബ്രഷ് ചെയ്യുക. എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ക്ലീൻ ചെയ്യും വേണം. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് മെനി തിങ്സ്. ഐ വിൽ ഫോളോ ദീസ് തിങ്സ് ആൻഡ് വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദിസ് ഇൻഫോർമേഷൻ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ കുട്ടി പറയാണ്, എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, ഞാനിത് എന്തായാലും പാലിക്കും. മാത്രമല്ല ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കും, ഇൻഫോർമേഷൻ ഷെയർ ആക്കും എന്നും കൂടെ കുട്ടി പറയാണ്. ഓക്കെ, ഇനി എന്താ? വുഡൻറ്റ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ഡെൻ്റൽ കെയർ? അപ്പോൾ എന്താണ് ഈ ഡെൻ്റൽ കെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കൂട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമ്മുടെ ടീത്തൊക്കെ നന്നായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കേട്ടേ പഠിച്ചേ പറ്റൂ. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ടു കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് എ ഡെൻറ്റിസ്റ്റ്. അപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനോട് നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? വിച്ച് ഫുഡ് ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്തി ടീത്ത്? അപ്പോൾ എന്താണ്? ഏത് ഫുഡാണ് ഹെൽത്തി ടീത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്? അതുപോലെ നമുക്ക് ചോദിക്കാം, വാട്ട് ഷുഡ് വി ഡു ഇഫ് ടൂത്ത് ഗെറ്റ് ഡീക്കേ? പല്ല് നാശമായ നമ്മൾ എന്ത് ചെയ്യും? ഡിഡ് ഫാസ്റ്റ് ഫുഡ് കോസ് എനി പ്രോബ്ലംസ് ടു ടീത്ത്? എന്താണ് ഫാസ്റ്റ് ഫുഡ് ടീത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുമോ? വാട്ട് ഷുഡ് വി ഡു ഇഫ് പെർമനൻറ്റ് ടീത്ത് ഗെറ്റ് ബ്രോക്കൺ? എന്താണ് പെർമനൻറ്റ് ടീത്ത് ബ്രോക്കൺ ആയാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനായിട്ട് പറ്റും. Okay, so far we have discussed the importance of teeth in digestion. Now let's discuss the role of tongue. അപ്പോൾ എന്താണ് നമ്മൾ കുറേ നേരമായിട്ട് എന്താണ് ടീത്തിൻ്റെ ഇൻജക്ഷനിൽ ടീത്തിൻ്റെ റോളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ടങ്ങിൻ്റെ റോൾ എന്താണെന്ന് നോക്കി നോക്കാം.
Tongue എന്താ? You have already learned in previous classes that the taste buds on the tongue help us to sense taste. എന്താണ്? നമ്മുടെ ടങ്ങിൻ്റെ മേലുള്ള ടേസ്റ്റ് ബഡ്സ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമുക്ക് ഓരോ രുചിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? അപ്പോൾ ഈ ടങ്ങിൻ്റെ ബാക്കി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, ഹെൽപ്സ് ഇൻ സ്വാളോയിങ്, സ്വാളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്നും കൂടെ തന്നിട്ടുണ്ട്, ടങ് ഹെൽപ്സ് ടു റിമൂവ് ഫുഡ് ഇൻസൈഡ് ദ മൗത്ത് സോ ദാറ്റ് ടീത്ത് ക്യാൻ ച്യൂ ഇറ്റ്. എന്താണ്? നമുക്ക് ഫുഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ നമുക്ക് ടങ് വെച്ചിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്താം? സ്പീക്കിംഗ് ടു സെൻസ് ടേസ്റ്റ്, ടേസ്റ്റ് സെൻസ് ചെയ്യാൻ നമ്മൾ ടങ്ങാണ് യൂസ് ചെയ്യുക. സ്പീക്ക് ചെയ്യണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ നമുക്ക് ടങ് ആവശ്യമാണ്. there is saliva in the mouth. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ സലൈവ, ഉമിനീരിനെ കുറിച്ചിട്ടാണ്. സലൈവ ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ സലൈവ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ വഹിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ഫ്രം വേർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ എന്താണ് സലൈവ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പിക്ചറാണ്. അപ്പോൾ സലൈവറി ഗ്ലാൻസ് പ്രസൻ്റ് ആണ് നമ്മുടെ മൗത്തിലൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് സലൈവ പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി എന്താ? ഫുഡ് ത്രൂ ഈസോഫാഗസ്. അപ്പോൾ ഇനി നമ്മൾ വഴക്ക് മൗത്തിലേക്ക് ഇട്ട ഫുഡ് ഇനി എന്താ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസോഫാഗസിലൂടെ ഫുഡ് പോവും. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ദ ച്യൂഡ് ഫുഡ് റീച്ച് നെക്സ്റ്റ്. അപ്പോൾ ച്യൂഡ് ഫുഡ് പിന്നെ എത്തുക എവിടെയാണ് കൂട്ടുകാരെ? നമുക്ക് ആ പിക്ചർ കണ്ടാൽ അറിയാം എവിടെയാണ്? ഈസോഫാഗസിലാണ്. ലെറ്റ്സ് go on a journey with food. അപ്പോൾ നമുക്ക് ഈ ഫുഡിൻ്റെ കൂടെയുള്ള ജേർണി ഒന്ന് നോക്കി നോക്കാം. To which part of the digestive system does the food first reach from the mouth? അപ്പോൾ ഏത് പാർട്ടിലേക്കാണ് ഫുഡ് എത്തുക? കൂട്ടുകാർ ആ പിക്ചർ നോക്കുക. Locate the position of the esophagus through which the chewed food reaches the stomach. What is esophagus? അപ്പോൾ എന്താണ്? കുറേ നേരം ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈസോഫാഗസ്? What is esophagus? The esophagus is a long tube that connects the mouth to the stomach. അപ്പോൾ എന്താണ്? നമ്മുടെ മൗത്തിനെ സ്റ്റൊമക്കുമായി കണക്ട് ചെയ്യുന്ന ഒരു ലോങ് ട്യൂബിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പിക്ചറിൽ കാണാനില്ലേ? മൗത്തിനെയും സ്റ്റൊമക്കിനെയും കൂടി കണക്ട് ചെയ്യുന്ന ആ ലോങ് പൈപ്പിനെയാണ്, ലോങ് ട്യൂബിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ്. അപ്പോൾ അതെന്താ? മസിൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ദ ഈസോഫാഗിയൽ വാൾ ഹെൽപ്സ് ഫുഡ് ടു റീച്ച് ദ മൗത്ത്. അപ്പോൾ എന്താണ്? ഈ ഈസോഫാഗസിലൂടെ ഫുഡ് മൂവ് ചെയ്യുക. ഇങ്ങനെ വേവ് ലൈക്ക് മൂവ്മെൻറ്റിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തും. അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താണ് കൂട്ടുകാരെ? പെരിസ്റ്റാൾസിസ്. ഇനി എന്താ? ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈസോഫാഗസിലൂടെ പോയ ഫുഡ് ഇപ്പം എവിടെ എത്തി? സ്റ്റൊമക്കിലെത്തി. ഇനി നമ്മൾ സ്റ്റൊമക്കിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. യു നോ ദ ഡൈജഷൻ ഓഫ് ഫുഡ് ബിഗിൻസ് ഇൻ ദ മൗത്ത് ആൻഡ് ഇറ്റ് റീച്ചസ് സ്റ്റൊമക്ക് ത്രൂ ദ ഈസോഫാഗസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫുഡിൻ്റെ ഡൈജഷൻ തുടങ്ങുന്നത്, ഫുഡ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് മൗത്തിലാണ്. മൗത്തിലൂടെ പോയിട്ട് ഈസോഫാഗസിലൂടെ പോയിട്ട് പിന്നെ അത് എവിടെ എത്തും? പിന്നെ അത് സ്റ്റൊമക്കിലെത്തും. ഫുഡ് റീമെയിൻസ് ഫോർ 4 to 5 hours. അപ്പോൾ സ്റ്റൊമക്കിൽ എന്താ? 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മുടെ സ്റ്റൊമക്കിൽ ആ ഭക്ഷണം ഇരിക്കും. ഡ്യൂ ടു ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റൊമക്ക് വാൾ ദ ഫുഡ് ഈസ് ടേൺഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈസോഫാഗസിലൂടെ എങ്ങനെയാണ് ഫുഡ് വരിക?
ഒരു വേ ലൈക്ക് മൂവ്മെൻറ്റിലൂടെയാണ് ഫുഡ് വരിക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താണ്, ഈ ഫുഡ് ഒരു പേസ്റ്റ് ഫോമിലായിരിക്കും വയറ്റിലേക്ക് സ്റ്റൊമക്കിലേക്ക് എത്തുക. ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്ക് വാൾ ഫെസിലിറ്റേറ്റ്സ് ഡൈജഷൻ. അപ്പോൾ എന്താണ്, നമ്മുടെ വയറിൽ കുറേ ഗ്യാസ്ട്രിക് ജ്യൂസസ് പ്രസൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഇത് ഡൈജഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യും, ഡൈജഷൻ ഒന്നുകൂടി സഹായിക്കും. സ്റ്റൊമക്ക് വാൾ ഓൾസോ പ്രൊഡ്യൂസസ് സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാത്രമല്ല സ്റ്റൊമക്ക് വാൾ എന്താണ്, ചെറിയ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് പാത്തോജൻ ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഇതെന്താണ്, പ്രോട്ടീൻ്റെ ഡൈജഷനും അതുപോലെ എന്തെങ്കിലും പാത്തോജൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് കളയാനും സഹായിക്കും. ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് then moves on to the small intestine. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഫുഡ് പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് പിന്നെ എങ്ങോട്ടേക്ക് പോകുന്ന പറയുന്നത്, പിന്നെ പോകുന്നതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഫുഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ഫുഡ്. ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് 5 to 6 മീറ്റർ ലോങ്. അപ്പോൾ ഹ്യൂമൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെ നീളമുള്ളതാണ്. അപ്പോൾ ആ പിക്ചർ നോക്കുക, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, അത് നോക്കുക. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇവിടെയാണ് എന്താവുന്നത്, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഡൈജഷൻ ഒന്ന് കംപ്ലീറ്റ് ആവുക. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷൻസ് ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂട്രിയൻസ് നമ്മൾ കഴിച്ച ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുക ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ് ആർ മിക്സ്ഡ് വിത്ത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദിസ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. അപ്പോൾ എന്താണ്, ലിവറിൽ നിന്ന് ബൈൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് പ്രൊഡ്യൂസ് ആവും. അങ്ങനെ പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ഈ പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡുമായി മിക്സ് ചെയ്യും ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതാണ് സംഭവിക്കുക. അങ്ങനെ എന്താ, ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റ് ആവും. അപ്പോൾ പിക്ചർ നോക്കുക. അപ്പോൾ ഇതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദെൻ ഇതെന്താ, ഇത് ലിവറാണ്. ലിവറിൽ എന്താണ്, ബൈൽ ലിവറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് പാൻക്രിയാസ് ആണ് ഇത്, പാൻക്രിയാസിലാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ആവുക. ഇനി എന്താ, ഹൗ ഡു ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ എങ്ങനെയാണ്, ഹൗ ഡു ദ ന്യൂട്രിയൻസ്, നമ്മൾ ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡിലത്തെ ന്യൂട്രിയൻസ് എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുക. അപ്പോൾ നോക്കി വെക്കാം. വലിയ ദ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസൻറ്റ് ഓൺ ദ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ എന്താണ്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ചെറിയ സ്മോൾ ലൈക്ക് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, വിലി. ഓക്കെ, villi. Nutrients in the digested food are absorbed into the blood through the villi. അപ്പോൾ എന്താണ്, ബ്ലഡിലേക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അത് ഇതിലൂടെയാണ് അബ്സോർബ് ചെയ്യുക, ഈ വില്ലി കൂടെയാണ് അബ്സോർബ് ചെയ്യുക. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഇൻ ന്യൂട്രീഷൻ ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഇത് ന്യൂട്രീഷൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ്. മാത്രമല്ല ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. ഓക്കെ, ഇനി എന്താ, ദ ന്യൂട്രിയൻസ് that reaches the blood become part of the body. അപ്പോൾ ഈ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തില്ല, അപ്പോൾ ഇതെന്താവും, ഇത് നമ്മുടെ ബോഡിയിൽ ഒരു പാർട്ടായിട്ട് മാറും. ദിസ് ഈസ് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് അസിമിലേഷൻ. അപ്പോൾ ഇതാണ് ന്യൂട്രീഷൻ്റെ നാലാമത്തെ സ്റ്റേജ്. ഈ പാർട്ടിനെ പറയുന്ന പേരാണ് അസിമിലേഷൻ. അപ്പോൾ വില്ലിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർ നോക്കുക. ദ ഡൈജസ്റ്റഡ് ഫുഡ് വിൽ ഓൾസോ ഹാവ് സബ്സ്റ്റൻസസ് not needed by the body. Let's see how they are eliminated. അപ്പോൾ എന്തിപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഫുഡിലുള്ള ആവശ്യമായിട്ടുള്ള
ന്യൂട്രിയൻസ് എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് വില്ലിൽ കൂടെ ബ്ലഡിലേക്ക് എത്തും. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്താ ന്യൂട്രിയൻസ് ഇല്ലാത്ത ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിന് നമ്മൾ എന്താണ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ദ റിസൈഡേഴ്സ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് മൂവ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഡൈജസ്റ്റഡ് ഫുഡിലത്തെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ എടുത്തു. ഇനി ബാക്കി വരുന്നത് എന്ത് ചെയ്യും, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോവും. വാട്ടർ ആൻഡ് സം സോൾട്ട് ആർ അബ്സോർബ്ഡ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ആസ് നീഡഡ് ബൈ ബോഡി. എന്നിട്ട് എന്ത് ചെയ്യും, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടും വാട്ടറും ഒക്കെ എന്ത് ചെയ്യും, ലാർജ് ഇൻറ്റസ്റ്റൈൻ അതിൽ നിന്ന് എടുക്കും. ലേറ്റർ ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം ഈസ് ഇജക്റ്റഡ് ത്രൂ ദ ഏനസ്. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ബാക്കി വരുന്ന ഡൈജസ്റ്റീവ് വേസ്റ്റ് റക്റ്റത്തിൽ, ഫിഗറിൽ നോക്കുക, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ റക്റ്റം നോക്കുക, ആ റക്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ആനസിൽ കൂടെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. ദിസ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് റിമൂവൽ ഫ്രം അവർ ബോഡി ഈസ് കോൾഡ് ഇജക്ഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എത്രാമത്തെ സ്റ്റേജ് എന്ന് പറയുക, 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുക. എന്താണ്, ദിസ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ്റെ 5ാമത്തെ സ്റ്റേജാണ് ഇത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, പ്രോസസ് വേസ്റ്റ് റിമൂവൽ ഫ്രം ആ ബോഡി ഈസ് കോൾഡ്. അപ്പോൾ എന്താണ്, ഈ ഡൈജസ്റ്റീവ് വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് കളയുന്നതിന് പറയുന്ന പേരാണ് ഇജക്ഷൻ. ഇനി എന്താ, ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോ ഇൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ന്യൂട്രീഷൻ്റെ പല സ്റ്റേജസ്, ആദ്യം ഇൻജക്ഷൻ, പിന്നെ എന്താ ഡൈജഷൻ ചെയ്യും, പിന്നെ അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ലാസ്റ്റ് വൺ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഇജക്ഷൻ. ഓക്കെ, ഇനി എന്താ, ഒബ്സർവ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ of human digestive system. Write in your science diary the names and the functions of the labeled parts. അപ്പോൾ എന്താണ്, ഒബ്സർവ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഹ്യൂമൻ ബോഡി. അപ്പോൾ ഹ്യൂമൻ ബോഡീൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി ദ നെയിം ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ദ ലാബിൾഡ് ഓർഗാനിസംസ്. അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാരുടെ ബുക്കിൽ ഈ നെയിം എഴുതിയിട്ടുള്ള, അതായത് ABC ഒക്കെ എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. then അതിൻ്റെ ഫങ്ഷൻസും എന്താ എഴുതുക. ഓക്കെ, ബുക്കിൽ എഴുതുക. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്താ, മൗത്താണ്. B എന്താ, ഈസോഫാഗസ് ആണ്. C എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കാണ്. D എന്താ, D സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. E ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ലാസ്റ്റ് വൺ F എന്താണ്, റെക്റ്റമാണ്. ഓക്കെ, ഇനി എന്താ, ന്യൂട്രീഷൻസ് ഇൻ അതർ ഓർഗാനിസംസ്. ഇനി എന്താണ്, അതർ ഓർഗാനിസത്തിലെ ന്യൂട്രീഷൻസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ദ പിക്ചർ ഇല്ലുസ്ട്രേറ്റ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻസ് ഇൻ ദ സിംഗിൾ സെൽഡ് അമീബ. അപ്പോൾ എന്താണ്, സിംഗിൾ സെല്ലായിട്ടുള്ള അമീബയിലുള്ള ന്യൂട്രീഷൻ പ്രോസസ്സിനെയാണ് കൊടുത്തിട്ടുള്ളത്. അനലൈസ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ഇൻ സയൻസ് ഡയറി ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. എന്നിട്ട് ഇത് ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വേരിയസ് സ്റ്റേജസ് നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി ആൻസർ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം. അപ്പോൾ ആദ്യം അമീബയിൽ എന്താ, ഫുഡ് പാർട്ടിക്കിൾ പുറത്തുണ്ട്. പിന്നെ എന്താ, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻജക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ഡൈജഷൻ, ദെൻ അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ദെൻ അസിമിലേഷൻ, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, അതിൽ ആവശ്യമുള്ളതൊക്കെ എടുത്ത് ബാക്കി എന്താ, ഇജക്ഷൻ ചെയ്ത് കളയുന്നുണ്ട്. ഇനി അടുത്തത് എന്താ കൂട്ടുകാരെ, ലെറ്റ്സ് ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് സം ആനിമൽസ്. അപ്പോൾ ചില ആനിമൽസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെന്നിൻ്റെ ഉണ്ട്, കാറ്റിൻ്റെ ഉണ്ട്, കൗവിൻ്റെ ഉണ്ട്. അപ്പോൾ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് നോക്കുക. എന്നിട്ട് എന്താ, ഡു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ദീസ് ആനിമൽസ് ഹാവ് എനി സിമിലാരിറ്റി വിത്ത് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണ്, എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഹ്യൂമൻ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഫുഡ് ഫോർ സം ഡേയ്സ്, ബട്ട് ക്യാൻ വി സസ്റ്റെയിൻ ലൈഫ്
വിതൗട്ട് ബ്രീത്തിങ്. അപ്പോൾ എന്താണ്, ഈ മനുഷ്യന്മാർക്ക് ഫുഡില്ലാണ്ട് കുറച്ച് ഡേയ്സ് ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താണ്, ശ്വാസം എടുക്കാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു നിമിഷം പോലും പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ബ്രീത്ത് ചെയ്യണം. ഒബ്സർവ് ദ പിക്ചർ. എ മാൻ ആൻഡ് സം ഫിഷസ് ആർ സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. അപ്പോൾ എന്താണ്, ഒരു മാനും കുറച്ച് ഫിഷസും എന്താണ് വെള്ളത്തിലൂടെ സ്വിം ചെയ്യുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. How long can this man remain in water? അപ്പോൾ ഈ മാന് എത്ര നേരം വെള്ളത്തിൽ ഇങ്ങനെ റിമെയിൻ ചെയ്യാനായിട്ട് പറ്റും? വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് എൻ ഓക്സിജൻ സിലിണ്ടർ. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എത്ര നേരം പറ്റും? വളരെ കുറച്ച് നേരമാണ് പറ്റുള്ളൂ അല്ലേ. നീന്തൽ അറിയാമെങ്കിൽ കുറച്ചും കൂടി നേരം, എന്നാലും വളരെ കുറച്ച് നേരം. Why are we unable to take oxygen from water like fish? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫിഷിനെ പോലെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടാത്തത്? You can easily guess the reason. It is due to the difference in the respiratory system of man and fish. അപ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണ്, മാനിൻ്റെയും ഫിഷിൻ്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഇനി എന്താ, ഹ്യൂമൻ റെസ്പിറേഷനെ കുറിച്ചിട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. ഹൗ ലോങ് ക്യാൻ യു ഹോൾഡ് യുവർ ബ്രീത്ത്? അപ്പോൾ എത്ര നേരമാണ് നമുക്ക് നമ്മുടെ ബ്രീത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുക? നോക്കി നോക്കാം. ലെറ്റ്സ് ഡു എ സിമ്പിൾ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. പ്ലീസ് സ്റ്റാൻഡ്. അപ്പോൾ ഒന്ന് നീച്ച് നിൽക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. എന്നിട്ടൊരു ഡീപ്പായിട്ടുള്ളൊരു ബ്രീത്ത് എടുക്കുക. നൗ ട്രൈ ടു ഹോൾഡ് യുവർ ബ്രീത്ത് ആസ് ലോങ് ആസ് യു ക്യാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്നത്ര വരെ ആ ബ്രീത്ത് ശ്വാസം വിടാണ്ട് പിടിച്ച് നിൽക്കുക. ഹു ഹാസ് ബീൻ ഏബിൾ ടു ഹോൾഡ് ബ്രീത്ത് ഫോർ ലോങ്? couldn't hold your breath even for a minute? couldn't you? let's learn more about breathing. അപ്പോൾ നമുക്ക് എന്താണ്, കുറച്ച് നേരം നിൽക്കാൻ പറ്റും, പക്ഷെ അത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ബ്രീത്ത് എടുത്തേ പറ്റൂ, നമുക്കല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ബ്രീത്തിങ്. അപ്പോൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. press your hands on your chest and take a deep breath in and deep breath out. അപ്പോൾ എന്താണ്, ഒരു ഹാൻഡ് എടുത്തിട്ട് ചെസ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എന്താ ആ ഡീപ്പ് ബ്രീത്ത് എന്ത് ചെയ്യുക, പുറത്തേക്ക് കളയുക. What are the changes that your body is experiencing? അപ്പോൾ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക? Don't you feel the air coming in and out, going out? What else do you feel? അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ എയർ പുറത്തേക്കും അകത്തേക്കും പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക നമുക്ക് നോക്കി നോക്കാം. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അപ്പോൾ ഇൻഹലേഷൻ എന്താ, ഇൻഹലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. എയറിന് എന്താണ്, ലങ്സിലേക്ക് എയർ എടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻഹലേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താ, എക്സ്ഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് കളയുന്ന, പുറത്തേക്ക് വിടുന്ന ആ പ്രോസസ്സാണ് എക്സ്ഹലേഷൻ. ഹൗ ഡസ് റെസ്പിറേഷൻ ഒക്കർ ഇൻ ഹ്യൂമൻ? ലെറ്റ്സ് കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ഓഫ് ലങ്സ്. അപ്പോൾ ലങ്സിൻ്റെ മോഡൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. ഒരു വൈറ്റ് ട്യൂബ് എടുക്കുക, 1 ബിഗ് ബലൂൺ എടുക്കുക, 2 സ്മോൾ ബലൂൺസ് എടുക്കുക, എ പ്ലാസ്റ്റിക് ബോട്ടിൽ വിത്ത് ഇറ്റ്സ് ബോട്ടം പാർട്ട് കട്ട് ഓഫ്, സ്ട്രിങ്, റബ്ബർ ബാൻഡ്, പേപ്പർ ബോൾ ഒക്കെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ കാണുന്ന പോലെ ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിൽ, വൈറ്റ് ട്യൂബ്, സ്മോൾ ബലൂൺസ്, സ്ട്രിങ്, ബിഗ് ബലൂണ്, റബ്ബർ ബാൻഡ്, ഇതൊക്കെ ഈ കാണുന്ന പോലെ വയ്ക്കുക. ഇനി എന്താ, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് മേക്ക് എ മോഡൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്താണ്, ഈ തന്നിരിക്കുന്ന പോലെ എന്ത് ചെയ്യണം, ആ സാധനം ഉണ്ടാക്കുക. ഇനി അതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഇനി പ്രൊസീജിയറിൽ എന്താ പറയുന്നത് നോക്കി നോക്കാം. ജെന്റ്ലി പുൾ ഡൗൺ ദ സ്ട്രിങ് ടൈ ടു ദ ബിഗ് ബലൂൺ. അപ്പോൾ എന്താണ്, ബിഗ് ബലൂണിൽ ടൈ ചെയ്തിട്ടുള്ള ആ സ്ട്രിങ് ജസ്റ്റ് മെല്ലെ ഒന്ന് വലിച്ചു നോക്കുക.
down. The smaller balloons expand when the larger balloon is pulled down. എന്താണ് നമ്മൾ ലാർജർ ബലൂൺ ഇങ്ങനെ താഴ്ത്തിയപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി അതിലുള്ള രണ്ട് സ്മോളർ ബലൂണും എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും. വാട്ട് ഹാപ്പൻസ് വെൻ ദ സ്ട്രിങ് ഈസ് റിലീസ്ഡ്? അപ്പോൾ സ്ട്രിങ് റിലീസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? അത് പഴയ പൊസിഷനിൽ തന്നെ എത്തും. While pulling the string, it will be better to hold the wide tube so as to keep it steady. When the string attached to the large balloon is pulling down, the two small balloons inside the bottle begin to expand. Why? അപ്പോൾ why നമുക്ക് നോക്കി നോക്കാം. Why do the small balloons shrink when the string attached to the large balloon is released? അപ്പോൾ റിലീസ് ആകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് സ്ട്രിങ് ചെയ്യുന്നത്? അപ്പോൾ നോക്കി നോക്കാം. Isn't the similarity between the model you have made and the functioning of human lungs? അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മോഡലും അതുപോലെ ഹ്യൂമൻ ലങ്സും തമ്മിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? കുട്ടികൾക്ക് തോന്നിയോ? നോസ്ട്രിൽ, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയ, ആൽവിയോളി ആൻഡ് ഡയഫ്രാം. അപ്പോൾ പിക്ചർ ഒന്ന് നോക്കാം. Human lungs are placed in a space inside the chest called thoracic cavity. അപ്പോൾ എന്താണ് ഹ്യൂമൻ ലങ്സ് സ്പേസ് ചെയ്തിട്ടുള്ളത്? ചെസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് thoracic cavity എന്ന് പറയുന്ന പോർഷനാണ്. ബിലോ ഇറ്റ് ഈസ് ദ അബ്ഡോമൻ. അപ്പോൾ അതിൻ്റെ താഴെയാണ് അബ്ഡോമൻ വരുന്നത്. ഡയഫ്രാം ഈസ് ദ മസ്കുലർ ബോൾ ദാറ്റ് സെപ്പറേറ്റ്സ് thoracic ആൻഡ് അബ്ഡോമിനൽ cavities. അപ്പോൾ എന്താണ് ഈ thoracic-നെയും അബ്ഡോമിനെയും ക്യാവിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഡയഫ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ബെൻഡ് അപ്വേർഡ്സ് ആൻഡ് ഇസ് ഡോം ഷേപ്ഡ്. അപ്പോൾ എന്താണ് ചെറിയൊരു ബെൻഡ് ഉണ്ട്, മാത്രമല്ല അതൊരു ഡോം ഷേപ്ഡ് ആണ്. ഇൻ ദ എബവ് മോഡൽ ദ ബിഗ് ബലൂൺ സ്ട്രെച്ചഡ് ഓവർ ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ ക്യാൻ ബി ഇമാജിൻ ആസ് ദ ഡയഫ്രാം ആൻഡ് ദ ടു സ്മോളർ ബലൂൺസ് ആസ് ടു ലങ്സ്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മോഡലിൽ ആ വലിയ ബലൂൺ എന്ന് പറയുന്നത് ഡയഫ്രാമും ഇനി ബാക്കി വരുന്ന ടു സ്മോൾ ബലൂൺസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ലങ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടു നോക്കുക. ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി എന്താ ദ കോൺട്രാക്റ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ലങ്സ് ആൻഡ് ദ മോഡൽ യു മെയ്ഡ് ആർ ഓൾമോസ്റ്റ് സിമിലർ. അപ്പോൾ എന്താണ് അപ്പം നമ്മൾ ഉണ്ടാക്കിയ മോഡലിൻ്റെയും ഹ്യൂമൻ ലങ്സും എന്താണ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസേഴ്സൊക്കെ സയൻസ് ഡയറിയിൽ എഴുതും വേണം. എന്താണ് വാട്ട് ഹാപ്പൻസ് ടു ദ diaphragm during inhalation and exhalation. അപ്പോൾ ഇൻഹലേഷൻ്റെ സമയത്തും എക്സ്ഹലേഷൻ്റെ സമയത്തും ഡയഫ്രത്തിന് എന്താണ് സംഭവിക്കുക? അപ്പോൾ എന്തായിരിക്കും ഡയഫ്രത്തിന് സംഭവിക്കുന്നുണ്ടാവുക? കൂട്ടുകാർ ചെയ്തു വെച്ച ഒരു ആക്ടിവിറ്റി ഇല്ലേ, ആ ബലൂണിൻ്റെ എക്സ്പെരിമെൻ്റ് ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡ്യൂറിങ് ഇൻഹലേഷൻ ദ ഡയഫ്രാം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റേൺസ്. ഇനി എക്സ്ഹലേഷൻ്റെ സമയത്ത് നെക്സ്റ്റ് പാരഗ്രാഫ് ഡ്യൂറിങ് എക്സ്ഹലേഷൻ ദ ഡയഫ്രാം റിലാക്സസ് ആൻഡ് ബോത്ത് ദ ഡയഫ്രാം ആൻഡ് ദ ലങ്സ് റിട്ടേൺ ടു ദെയർ പ്രീവിയസ് പൊസിഷൻ. ഓക്കെ, വെൻ ഡസ് ദ thoracic cavity increases the volume during inhalation or exhalation? നോക്കി നോക്കാം. ദ ഇൻക്രീസ് ദ വോളിയം ഓഫ് ദ thoracic cavity. ദിസ് ഇൻക്രീസ് അപ്പോൾ ഇൻഹലേഷൻ്റെ സമയത്താണ് എന്തുണ്ടാവുക? thoracic cavityയുടെ വോളിയം ഇൻക്രീസ് ആവുക. ദ അറ്റ്മോസ്ഫിയറിക് എയർ enters the lungs and the lungs expand. During exhalation the diaphragm relaxes and both the diaphragm and the lungs return to their previous position. The air from the lungs moves out. Okay, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? റെസ്പിറേറ്ററി ട്രാക്ക് ആണ്. എയർ എൻട്രിങ് ത്രൂ ദ നോസ്ട്രിൽ റീച്ചസ് ദ അൽവിയോളൈ ഓഫ് ദ ലങ്സ്. അപ്പോൾ എന്താണ് നമ്മൾ നോസ്ട്രിൽസിലൂടെ പോയിട്ടുള്ള എയർ എന്ത് ചെയ്യും? ലങ്സിലെ അൽവിയോളിൽ എത്തും. റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് ദിസ് എയർ പാസേജ് ഫ്രം നോസ്ട്രിൽസ് ടു ലങ്സ്. അപ്പോൾ എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എയർ പാസേജ് ആണ്. നോസ്ട്രിൽസിൽ നിന്ന് ലങ്സിലേക്കുള്ള എയർ പാസേജിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്.
complete the flow chart of the respiratory tract using the indicators. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം? താഴെയുള്ള ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഇൻഡിക്കേറ്റേഴ്സ് അപ്പോൾ എന്തൊക്കെയാണ്? അൽവിയോളസ്, ട്രക്കിയ, ബ്രോങ്കിയോൾസ്, നോസ്ട്രിൽസ്, ബ്രോങ്കൈ ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ എന്താ? നോസ്ട്രിൽസ്. അപ്പോൾ പിന്നെ എന്താണ്? പിന്നെ ട്രക്കിയ എഴുതാം, ബ്രോങ്കൈ, ബ്രോങ്കിയോളസ്, അൽവിയോളസ്. എന്തൊക്കെയാണ്? നോസ്ട്രിൽസ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോളസ് ആൻഡ് അൽവിയോളസ്. ഓക്കെ, ഹൗ ഈസ് ദിസ് പാസേജ് ഓഫ് എയർ ത്രൂ ദ respiratory tract made possible? Examine the illustration below. അപ്പോൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ. അപ്പോൾ ഇൻഹലേഷനിൽ എന്താ? the diaphragm contracts and flattens slightly, rib cage lift upwards. അപ്പോൾ എന്താണ്? ഈ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും, ഫ്ലാറ്റൻ ചെയ്യും, എന്നിട്ടാണ് റിബ് കേജ് ഒന്ന് അപ്പിലേക്കൊന്ന് മേലേക്കൊന്ന് ലിഫ്റ്റ് ചെയ്യും. ദ വോളിയം ഓഫ് ദ തൊറാക്സിക് ക്യാവിറ്റി ഇൻക്രീസസ്, ദ ലങ്സ് എക്സ്പാൻഡ്. അപ്പോൾ എന്താണ്? ഇൻഹെയിൽ ചെയ്യുമ്പോഴാണുള്ള കാര്യമാണ് പറയുന്നത്. തൊറാക്സിക് ക്യാവിറ്റി ഇൻക്രീസ് ആവും, ലങ്സ് എക്സ്പാൻഡ് ആവും. അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. അറ്റ്മോസ്ഫിയറിക് ലെയറിൽ ലങ്സിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ എന്താ? ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേജ് ആൻഡ് ദ റിബ് കേജ് മൂവ് ഡൗൺ. എന്തുണ്ടാവും? ഡയഫ്രം പഴയ പൊസിഷനിലേക്ക് തന്നെ വരുമ്പോൾ റിബ് കേജ് ഒന്ന് അപ്പിലേക്കായത് താഴേക്ക് തന്നെ വരും. ദ വോളിയം ഓഫ് ദ തൊറാക്സിക് ക്യാവിറ്റി ഡിക്രീസസ് ആൻഡ് ലങ്സ് കോൺട്രാക്ട്. ഈ തൊറാക്സിക് ക്യാവിറ്റിയുടെ എന്ത് കുറയും? വോളിയം കുറഞ്ഞിട്ട് അതെന്ത് ചെയ്യും? ഡിക്രീസ് ആയിട്ട് കോൺട്രാക്റ്റ് ആവും. ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിലുള്ള എയർ പുറത്തേക്ക് വരും. Write in the science diary the different stages of inhalation and exhalation. അപ്പോൾ ഇൻഹലേഷൻ്റെയും എക്സ്ഹലേഷൻ്റെയും ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂട്ടുകാർ എഴുതുക. ദെൻ നോക്കി നോക്കാം. ഇൻഹെയിൽഡ് എയർ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, മോയ്സ്ചർ ആണ്. അപ്പോൾ അതിൻ്റെ ലെവൽ ഇൻ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. എക്സ്ഹെയിൽഡ് എയർ എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ ലെവലും തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇൻസിഡൻസ് ഓഫ് ഫുഡ് ഗെറ്റിംഗ് സ്ട്രക്ക് ഇൻ ദ ട്രക്കിയ. അപ്പോൾ ട്രക്കിയയിൽ ഫുഡ് സ്ട്രക്ക് ചെയ്യാണ് ചിലവിടെ ഇരിക്കില്ല. അപ്പോൾ ആ ഇൻസിഡൻസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഹാവ് യു കം അക്രോസ് ന്യൂസ് ഐറ്റംസ് ഇൻ ദ ന്യൂസ് പേപ്പർ അബൌട്ട് ബ്രസ്റ്റ് മിൽക്ക് ഗെറ്റിംഗ് സ്ട്രക്ക് ഇൻ ദ ട്രക്കിയ causing harm to small children? What first aid should be given in such cases of choking on food or breast milk? അപ്പോൾ എന്താണ്? നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ തണുപ്പിൽ പാല് കയറി ട്രക്കിയയിൽ സ്റ്റക്കായി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വല്ല ഫുഡോ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കുടിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ്? ഇഫ് ദ ഫുഡ് ഈസ് സ്ട്രക്ക് ഇൻ ദ ട്രക്കിയ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ആസ്ക്ഡ് ടു കഫ് ഫോഴ്സ്ഫുള്ളി. എന്താണ്? ശക്തമായിട്ട് ചുമക്കാൻ പറയണം. വിത്ത് ദ ഫോഴ്സ് ഓഫ് കഫ് ദ ഫുഡ് വിൽ ബി ഇജക്റ്റഡ്. അപ്പോൾ നമ്മൾ അത്രയും ശക്തിയിൽ ചുമക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഫുഡ് അവിടുന്ന് ഇജക്റ്റ് ചെയ്ത് പോകും, പുറത്തേക്ക് വരും. ആസ് ഷോൺ ഇൻ ദ പിക്ചർ, കീപ് ദ പേഴ്സൺ ഹു ഹാസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഈസ് എ സ്ലൈറ്റ്ലി ബ്ലൻഡ് പൊസിഷൻ വിത്ത് ബോത്ത് ഹാൻഡ്സ് ആൻഡ് പ്രസ് ഫേർമലി ഓൺ ദ അഫക്റ്റഡ് പേഴ്സൺ സ്റ്റൊമക്സ് ഫ്രം ബിഹൈൻഡ്. ഇറ്റ് നെസസറി റിപ്പീറ്റ് ദിസ് പ്രോസസ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. പിന്നെ പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ തിരിഞ്ഞ് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വയർമ പിടിച്ച് മറ്റുള്ള വയർമ പിടിച്ച് നന്നായി അമർത്തുക. അപ്പോൾ എന്ത് ചെയ്യുന്നൊരു ചുമച്ചാലും ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താ? ഇനി ചെറിയ കുട്ടികളിൽ എന്ത് ചെയ്യാന്നാണ്? ഇഫ് ദ അഫക്റ്റഡ് പേഴ്സൺ ഈസ് എ ബേബി, പ്ലേസ് ദ ബേബി ഫേസ് ഡൗൺ ഓൺ യുവർ ഫോഴ്സ് ആം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. യുവർ ആം ഷുഡ് ബി റെസ്റ്റിംഗ് ഓൺ യുവർ തൈ. അപ്പോൾ ആം എന്ത് ചെയ്യണം? തൈമ വെച്ചിട്ട് അതിമ വേണം കുട്ടീനെ പിക്ചറിൽ കാണുന്ന പോലെ കെടുത്താൻ. എന്നിട്ട് എന്ത് ചെയ്യണം? വിത്ത് ദ പാം ഓഫ് യുവർ ഹാൻഡ് ഗീവ് ദ ചൈൽഡ് ഫോഴ്സ്ഫുൾ ബ്ലോസ് ബിറ്റ്വീൻ ദ ഷോൾഡർ ബ്ലേഡ്സ് ആൻഡ് പ്രൊവൈഡ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് നെസസറി. എന്നിട്ട് എന്ത് ചെയ്യണം? പുറത്തേക്ക് ഇങ്ങനെ ശക്തമായിട്ട് അടിക്കണം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കണം. ഓക്കെ, ചെറിയ കുട്ടിയാണ്, റിസ്ക് എടുക്കാൻ പറ്റില്ല. ഫോർ ഫർദർ റീഡിങ് എക്സാമിന് ഉണ്ടാവില്ല. അപ്പോൾ കൂട്ടുകാർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഇനി എന്താ? ഡൈവേഴ്സിറ്റി ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിലെ ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരമീസിയം ഈസ് എൻ അക്വാട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം ദാറ്റ് കാനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത
ഇല്ലാത്ത ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് പാരമീസിയം. അനലൈസ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ എ പ്രോട്ടോസോവൻ ലൈക്ക് പാരമീസിയം. അപ്പോൾ പാരമീസിയത്തിൽ എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? അപ്പോൾ എന്താണ്, ഓക്സിജൻ ഇങ്ങനെ പോകുന്നുണ്ട്, സെൽ മെംബ്രെയിനൊക്കെ എടുക്കുന്നുണ്ട്, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചറാണ്. അപ്പോൾ ഈ പിക്ചറിലുള്ളത് പോലെയാണ് എന്താണ് ബ്രീത്തിങ് പാരമീസിയത്തിൽ നടക്കുന്നത്. ഇനി എന്താ, പാരമീസിയം ടേക്സ് ഇൻ ഓക്സിജൻ, ഡിസോൾവ്സ് ഇൻ ദ സറൗണ്ടിങ് വാട്ടർ ത്രൂ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ഗീവ്സ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അനലൈസ് ദ ടേബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡൈവേഴ്സ് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ എന്താണ്, എർത്ത് വേമിൽ പാർട്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് എർത്ത് വേം റെസ്പിറേറ്റ് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്? മോയ്സ്റ്റ് സ്കിന്നിലൂടെയാണ്. ഇനി ഫിഷിലാണെങ്കിലോ ഗിൽസിലൂടെയാണ്. ഇനി ഫ്രോഗിലാണെങ്കിലോ ലങ്സ് ആണ്. വൈൽ ഓൺ ദ ലാൻഡ്, ഇനി വാട്ടറിലാണെങ്കിൽ മോയ്സ്റ്റ് സ്കിന്നിലൂടെയാണ്. ഇനി സ്പൈഡറിലാണെങ്കിൽ ബുക്ക് ലങ്സിലൂടെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, റെസ്പിറേഷൻ എന്താ? അപ്പോൾ നമ്മൾ റെസ്പിറേഷനൊക്കെ പറഞ്ഞു. എന്താണ് ശരിക്കും റെസ്പിറേഷൻ? അതിൻ്റെ ഡെഫിനിഷനാണ് ഇനി പറയാൻ പോകുന്നത്. ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസംസ് റിസീവ് ഓക്സിജൻ ഫ്രം their environment and eliminate carbon dioxide is called respiration. അപ്പോൾ എന്താണ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ റെസ്പിറേഷൻ ആണ് പറയുന്നത്. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ പ്ലാന്റ്സും എന്ത് ചെയ്യും, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. സ്റ്റൊമാറ്റ ആർ ഫൈൻ പോർസ് ഫൗണ്ട് ഇൻ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെം ദാറ്റ് ഹെൽപ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ചിങ്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്, സ്റ്റൊമാറ്റ. ഓക്കെ, ഇനി എന്താ, വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് ടേക്ക് ഇൻ ഡ്യൂറിങ് റെസ്പിറേഷൻ? ഏത് ഗ്യാസാണ്? ഓക്സിജൻ ആണ്. ഇനി ഏതാണ് റിലീസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏത് പാർട്ട് വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? സ്റ്റൊമാറ്റ വെച്ചിട്ടാണ്. ഫ്രം ദിസ് യൂണിറ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ടു ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ അവർ ബോഡി സച്ച് ആസ് ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. യു ആർ ഓൾസോ കൺവിൻസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഹെൽത്തി ഹാബിറ്റ്സ് that will help in proper functioning of digestive and respiratory system follow than your daily life. അപ്പോൾ ഇവിടെ നമ്മൾ റെസ്പിറേഷനെ കുറിച്ചിട്ടും അതുപോലെ എന്താണ് ഡൈജഷനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ ലെസൺ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇനി ലേറ്റസ്റ്റ് ആസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ വീഡിയോ അല്ലെങ്കിൽ എന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഇതൊരു ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ്, അത് അടുത്ത പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ പാട്ടിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ പാട്ടായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ലെറ്റസ്റ്റ് ആക്സസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.